എന്നെ കോവിലിന്റെ മുമ്പിൽ ഇറക്കി വിട്. എന്നിട്ട് നീ പോയി ഒരു ടീ സാപ്പിട്ട് വാ. ഇനി ഓട്ടോ ഉണ്ട്. തമിഴ് നീ നല്ലാവേ പേசுற. ഇനി ഞാനിവിടെ വിലസാൻ പോവല്ലേ അണ്ണാച്ചി. ഇതാരുടെ ഈ സ്ഥലമൊക്കെ? ഇതെല്ലാം എന്റെ കൗണ്ടറോടതുங்க. ഇയാളിത് എങ്ങോട്ടാ പോകുന്നു? എടോ, താനെന്തിനാ இந்த பக்கம் திருப்பியது? എന്നെ കൊല്ലാൻ കൊണ്ടുപോവാ? அப்படிலாம் செய்ய மாட்டேனுங்க. ஆம்பளை பிள்ளை தானே, பயப்படாம வாங்க. വണ്ടി നിർത്തോ. എടോ അണ്ണാച്ചി, താനിത് എന്തു? சின்னமாதான் கையோட கூட்டி வர சொன்னாங்க. இதுக்கு ஒண்ணு கூலி வேணாமுங்க. തറവാട്ടുകാർ മുഴുവൻ ഗുണ്ടകളാണെന്ന് കേട്ടിട്ടുണ്ട്. മോളു എന്നെ തല്ലാറിയതാ. ഈ പണി നമുക്ക് പറ്റില്ല. വണ്ടി എടുക്കണോ? என்னங்க இந்த பார்சல் அனுப்பணும். ஆபீஸ்க்கு வரலானா அப்பா கொன்னுடுவாரு. அதான் செல்லையாக்கிட்ட. മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് ജോലിക്ക് വന്നവനാണ് ഞാൻ. നിങ്ങളുടെ ഈ 4 അണയുടെ പാഴ്സൽ വാങ്ങി വെക്കുന്നതല്ല എന്റെ ജോലി. ഒന്നും മനസ്സിലായില്ല അല്ലേ? എങ്ങനെ മനസ്സിലാവാനാ? എന്റെ പെണ്ണെ ഇതൊക്കെ വല്ല പോസ്റ്റ് ഓഫീസിലും കൊണ്ട് കൊടു. PKT-ലൊക്കെ വല്ലത് അയക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ പെട്ടികൾ എന്തെങ്കിലുമൊക്കെ പോഞ്ഞുകൊണ്ടോ അപ്പ അയക്കാം. വണ്ടി എടുക്കണോ? തോട്ടത്തിൽ വെച്ച് ഞാൻ പാഴ്സൽ മേടിച്ചില്ല എന്നും പറഞ്ഞ് എന്നെ ഓഫീസിൽ കയറി ആരെങ്കിലും തല്ലാൻ വന്നാ എല്ലാത്തിന്റെ കുടലേനെടുക്കും. വണ്ടി എടുക്കണോ? ഞാൻ ഒറ്റയ്ക്കല്ല, കരിവീട്ടി പോലത്തെ 3 എണ്ണം വേറെ ഉണ്ട്. പിന്നെ എന്റെ അച്ഛനും ഒറ്റ ഇടിച്ച കൗണ്ടറൊക്കെ പൊടിഞ്ഞ് ഉമിക്കരി പോലെ ആയി പോകും. അവളുടെ ഒരു ഉണക്ക പാഴ്സൽ. வெட்டுக்கிளி மாதிரி பட்டு பட்டுன்னு பேசுறா. அந்த ஆள் பேசுனது உனக்கு புரிஞ்சுதாடி? கொஞ்சம் கொஞ்சம் புரிஞ்சுது. எனக்கு கூட பேசணும் தோணுச்சு. அந்த ஆளு நிறுத்தினா தானே. എന്താടോ? പാഴ്സലുங்க. അത് മേശപ്പുറത്താണോ കൊണ്ടുവയ്ക്കുന്നത്? അങ്ങോട്ട് വയ്ക്ക്, എന്നിട്ട് ബുക്ക് ചെയ്യ്. ஏயா பார்சல் இவ்வளவு பெருசா இருக்க, அட்ரஸ் கொஞ்சம் பெருசா எழுதக்கூடாது? எந்த ஊருக்கு? அதான் எழுதி இருக்குல்ல, நீங்களே படிங்க. ஹரிகிருஷ்ணன் மேலப்பரம்பில், ஆண் வீடு, கேரளா. ഇതെന്താ ഹരി, ഒരുമാതിരി പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ? വെട്ടി വെട്ടി അവസാനം വല്ല നിധിയും കിടക്കുമാ? നിന്റെ കത്തുകളും നീ അയച്ച പണവും കിട്ടി. പണം ഇനി നീ അയക്കണ്ട. എവിടെ പണം എന്ന് ചോദിച്ചാൽ ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞാ മതി. എന്റെ കാലിന് നീരിപ്പോ കൂടുതലാണ്. തലക്കനം കൊണ്ടാണെന്നാണ് അയാൾ പറയുന്നത്. നിന്റെ അച്ഛൻ നന്നാവില്ല. എന്റെ മോനെ, നിനക്ക് സുഖമാണോടാ? നിനക്ക് ചുറ്റും മനുഷ്യ സ്നേഹമുള്ള വല്ലവരും ഉണ്ടോടാ? അതല്ല എല്ലാം നിന്റെ ചേട്ടന്മാരെ അച്ഛനെയും പോലാണോ? അടുക്കളപ്പണിക്ക് ഇപ്പോഴും ആരുമില്ല. പിടിവിട്ടു പോച്ചുങ്ക. അത് മനസ്സിലായി. പിടിവിട്ടാൽ ഏത് സാധനവും താഴേക്ക് വീഴുമെന്നേ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. തമിഴ് തെരിയാതാ? മലയാളം തെരിയുമാ? പിന്നെന്തിനാണ് ഓരോരോ കുടം വാങ്ങി ദിവസം ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നത്? പെരിയ കൗണ്ടർ പറഞ്ഞാലേ നിന്റെ ഗതി ആ പിച്ചള കുടത്തേക്കാ കഷ്ടാവും. எனக்கு உங்களை பிடிச்சிருக்கு. நான் விட மாட்டேன், கண்டிப்பா விட மாட்டேன்.
பஞ்சாயத்து கூடி 1/2 மணி நேரம் ஆச்சு, தலைவர் வாயே திறக்க மாட்டேங்கிறாரு. தப்பு யார் செஞ்சாலும் அது தப்பு தானே. அப்ப தலைவர் பொண்ணு பண்ணது தப்புங்கிற. கவுண்டர் ஐயா, தண்டனை கொடுக்க போறது இந்த மலையாளத்தானுக்கா உங்க பொண்ணுக்கா? எல்லாத்துக்கும் தீர்ப்பு சொல்ற கவுண்டரே வாயடைச்சு போயிட்டாரே. இந்த பஞ்சாயத்துல இனிமே என்னென்ன நடக்க போதோ. மன்னிக்கணும் கவுண்டரையா, அவன் ஒரு நல்ல பையன் தான் எனக்கு தோணுது. அவனுக்கு ஒரு இடம் கொடுத்து ஆதரிச்சு தப்புன்னா என்ன தண்டிச்சிருங்க, அவனை விட்டுடுங்க. உன்னை கண்டன் துண்டமா வெட்டிடுவேன். போய் வெண்டைக்கா வெட்டி கவுண்டருக்கு சாம்பார் வச்சு கொடுப்பேன். തെറ്റാര് ചെയ്തോ എന്തോ, പഞ്ചായത്ത് പിരിച്ചുവിടാതെ പയ്യനെ ഇവിടെ നിർത്തുന്നത് ശരിയല്ലേ. രാമനാഥപുരം ജില്ലാ എംപിയുടെ സ്വന്തക്കാരൻ தான் അവൻ. கொஞ்சம் ராஷ்டிரிய பந்தம் இருக்கு. நிறுத்தியா? அந்த பையன் என் கழுத்துக்கு கத்தி வச்சிருக்கான். நீ நடனா கதை சொல்லிட்டு இருக்கிற. என்ன சொன்ன? எம்பிக்கு சொந்தக்காரனா? எம்பியாவது மசராவது? நான் நினைச்ச உன் ஆபீஸை கொளுத்தி சாம்பலாக்கிறேன். பாக்குறியா? വേണ്ട, ഞാൻ പാത്തിരിക്ക്. അവൻ വന്ന അന്ന് മുതൽ തന്നെ ട്രാൻസ്ഫർ എഴുതി തന്നിട്ടുണ്ട്. അതൊന്ന് ശരിയാക്കി അവനെ എங்க ഇരുന്ന് പട്ടം പറത്തല്ലേ ബുദ്ധി. ஏண்டா இவனை தூக்கி நெருப்புல போட்டுடுவோமாடா? என்னடா முறைக்கிற? குளிருதான். வா வந்து நெருப்புல விழு, குளிரெல்லாம் பூடும். என்னங்க, நடந்தது நடந்து போச்சு. நம்ம வாழ்க்கையோட நாமே விளையாடுறது நல்லது இல்லைங்க. அந்த பையனை பஞ்சாயத்தில் நிக்க வச்சுட்டு நீங்க ஜெயிச்சிடலான்னு நினைக்கிறீங்களா? ஒருத்தனோட ஓடி போன நம்ம பொண்ணு இன்னொருத்தன் கல்யாணம் பண்ணிக்குவான்னு நினைக்கிறீங்களா? இல்ல இந்த மாரிமுத்து தலையில நம்ம பொண்ணை கட்டி வச்சிடலான்னு நினைக்கிறீங்களா? அது மட்டும் நடக்காதுங்க. എല്ലാം നല്ല ഫിറ്റാ, വേണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെടാം. വേണ്ട, ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാനുള്ളൂ. അവരെന്നെ കൊല്ലൂ കൂട്ടുന്നേരെ. താൻ എന്തിനാ ഈ ബുദ്ധിമോശം കാണിക്കാൻ പോയി? ബുദ്ധിമോശോ? കാണാൻ കൊള്ളാവുന്നൊരു പെൺകുട്ടി സ്നേഹിച്ചു വന്ന് വിളിച്ചപ്പോ ഒന്ന് നാട് വിടാൻ തോന്നിയ ബുദ്ധിമോശ? ഞാനും ഒരു 1/2 കൗണ്ടറല്ലേ കൂട്ടുന്നേരെ. ഒരു പപ്പടം കിട്ടാൻ വല്ല വഴിയുണ്ടാവോ? ഞാനതങ്ങ് മറന്നുപോയി. ഇത് നിന്റെ അവസാനത്തെ അത്താഴാവും. അതും എന്റെ കൈ കൊണ്ട് തന്നെ വേണമെന്നാവും ഈശ്വരൻ. എന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ച ഒരുത്തന്റെങ്കിലും കൈ വെട്ടിയിട്ട് ഞാനതിന് നിന്നു കൊടുക്കൂ.
ആ തറവാടത്തെ ഞാൻ എന്തായാലും കാണിക്കും. കുട്ടനാര് പേടിക്കണ്ട. ഈ മനുഷ്യൻ നോക്കി പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തൊലയ്ക്കടോ. வாயை திறந்து சொல்லுங்க மாமா, இவனை பீஸ் பீஸா கிழிச்சிடுறேன். இனிமே இப்படி ஒரு சம்பவம் நம்ம ஊர்ல நடக்க கூடாது. பிரச்சனை எங்க கிட்ட விடுங்க, நீதியை நாங்க பாத்துக்கிறோம். ஒருத்திக்கு ஒருத்தன்றதான் நம்ம தமிழ் பண்பாடு. இந்த தாலி என் பொண்ணு கழுத்துல கட்டு.